അച്ചടിച്ച 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഉപേക്ഷിക്കും. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ സമ്മാനത്തുക കുറയ്ക്കൽ പിൻവലിച്ചു. ലോട്ടറി ഏജന്റുമാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ സമ്മാനത്തുക വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. ക്രിസ്മസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ ആകെ സമ്മാനത്തുക 9.31 കോടി രൂപ വെട്ടിക്കുറയ്ക്കാനുള്ള വിജ്ഞാപനം റദ്ദാക്കി സമ്മാനത്തുകയും കമ്മീഷനും പുനഃസ്ഥാപിച്ചു. ഇതോടെ സമ്മാനത്തുകയിൽ മാറ്റം വരുത്തി അച്ചടിച്ച 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. ഈ മാസം 5-ന് പൂജാ ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെയാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ വിപണിയിൽ എത്തിക്കേണ്ടിയിരുന്നത്. സമ്മാനത്തുകയിലും കമ്മീഷനിലും മാറ്റം വരുത്താൻ ലോട്ടറി വകുപ്പ് തീരുമാനിച്ചതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇതോടെ ഏജന്റുമാർ പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തി. ഇതേ തുടർന്ന് ഈ മാസം 5-ന് വിപണിയിൽ എത്തേണ്ടിയിരുന്ന ക്രിസ്മസ് ബമ്പർ ലോട്ടറി ഇപ്പോഴും ഇറക്കാനായിട്ടില്ല. 5000, 2000, 1000 സമ്മാനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഈ മാസം 4-ന് ഇറക്കിയ വിജ്ഞാപനമാണ് പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത്. സമ്മാനത്തുകയിലെ കുറവിന് പുറമെ ഏജന്റുമാർക്കുള്ള കമ്മീഷനും 93.16 ലക്ഷം രൂപ വെട്ടിച്ചുരുക്കി. ഇത്തരത്തിൽ 30 ലക്ഷം ടിക്കറ്റ് അച്ചടിക്കാൻ ഓർഡറും നൽകി. ഇതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായ ബമ്പർ ടിക്കറ്റിന്റെ വിതരണം സർക്കാർ തന്നെ അവതാളത്തിലാക്കിയത്. ഒടുവിൽ കഴിഞ്ഞ ക്രിസ്മസ് ബമ്പറിന്റെ അതേ സമ്മാനഘടനയിൽ വീണ്ടും ടിക്കറ്റുകൾ അച്ചടിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച സർക്കാർ പുതിയ വിജ്ഞാപനമിറക്കി. അപ്പോഴേക്കും അടിച്ചുപോയ 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിപണിയിൽ ഇറക്കേണ്ടെന്നും തീരുമാനിച്ചു. ടിക്കറ്റിന്റെ പിന്നിൽ സമ്മാനഘടനയുടെ വിശദാംശങ്ങൾ ഉള്ളതിനാൽ അതിനകം അടിച്ചവ ഉപേക്ഷിക്കാതെ വഴിയില്ലായിരുന്നു. 20 കോടി രൂപയാണ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം. 400 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഏറ്റവും കുറഞ്ഞ സമ്മാനത്തുക 400 രൂപയും.